ഏറ്റവും കൂടുതൽ മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ വെരി ഫസ്റ്റ് ചാപ്റ്റർ ആണ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്? ഇപ്പം തന്നെ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും അല്ലേ? ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും, ചിലപ്പോൾ ന്യൂസ് റിപ്പോർട്ട് ചോദിക്കും. യെസ്, ഇതൊക്കെ ചോദിക്കും. അപ്പോൾ എന്തൊക്കെയാണ് യൂഷ്വലി ചോദിക്കാറുള്ളത്? ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം? ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യന് നമ്മൾ ഇമോഷണലി പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് അല്ലേ? അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് അറൗണ്ട് ഒരു 6 മാർക്സിനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിന് മുൻപ്. ആൻഡ് ക്യാരക്ടർ സ്കെച്ച് ആരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ചാണ്? എലിസണ്ടയുടെ, പെലായോയുടെ, അതേപോലെ ഓൾഡ് മാൻ്റെ, ഈ 3 പേരുടെയും ക്യാരക്ടർ സ്കെച്ച് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. എലിസണ്ടയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ് റിവ്യൂ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 9ാം ക്ലാസ്സിലും കണ്ടിരുന്നു അല്ലേ? ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് റിവ്യൂ റൈറ്റിംഗ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ വായിച്ചിട്ട് എങ്ങനെയുണ്ട്, എന്താണ് സെറ്റിങ്സ്, ആരാണ് എഴുതിയത്, ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ്, എന്തൊക്കെ ഡെവലപ്മെൻ്റ് ആണ് ക്യാരക്ടേഴ്സിന് സംഭവിച്ചിട്ടുള്ള പോലത്തെ എല്ലാവിധ ഡീറ്റെയിൽസും, ക്യാരക്ടർ ഡെവലപ്മെൻറ്റും പ്ലോട്ട് ഡെവലപ്മെൻറ്റും, അതേപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് ഒരു പ്രോപ്പർ റിവ്യൂ നമ്മൾ എഴുതണം. അത് മാത്രമല്ല റിവ്യൂ 7 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഏത് ഇവൻറ്റ് ചോദിക്കാനാണ് ചാൻസ്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ ഓൾഡ് മാനിനെ ചിക്കൻ കൂപ്പിൽ അടച്ചിട്ടിട്ട് നെയ്ബേഴ്സൊക്കെ കാണാൻ വരുന്നൊരു ഇൻസിഡൻ്റ് ഇല്ലേ? അത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം. അല്ലെങ്കിൽ സ്പൈഡർ ലേഡീനെ പറ്റിയിട്ടുള്ളത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം. അത് അറൗണ്ട് ഒരു 6 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ത് വരാറുണ്ട്? ഡയറി എൻട്രി വരാറുണ്ട് അല്ലേ? ഡയറി എൻട്രി മാത്രമല്ല, നിങ്ങൾക്ക് ലെറ്റർ റൈറ്റിങ്ങും ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡയറി എൻട്രിയിൽ കൂടുതലും എലിസണ്ടയുടെ ഡയറി എൻട്രി നമുക്ക് വിചാരിക്കാം. കാരണം എന്താണ് എലിസണ്ട എന്നുള്ള ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്? ഏറ്റവും കൂടുതൽ സൈക്കോളജിക്കൽ ആയിട്ട് ഈ ഓൾഡ് മാനുമായിട്ട് പ്രശ്നമുള്ളത് എലിസണ്ടയ്ക്കാണ്. എലിസണ്ടയുടെ ക്യാരക്ടർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് എലിസണ്ടയുടെ സൈ ടുവേർഡ്സ് ദി എൻഡ് എലിസണ്ട ഒരു സൈ ഇടുന്നുണ്ട് അല്ലേ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. പക്ഷേ ഇതിനൊക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യും? എന്താണ് ഇതിൻ്റെ ആൻസർ പാറ്റേൺ? എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ നിർബന്ധമായിട്ടും ആൻസേഴ്സ് എഴുതുമ്പോൾ കീവേഡ്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്? അങ്ങനത്തെ ഒരുപാട് കൺസേൺസ് നിങ്ങൾക്ക് ഉണ്ടല്ലോ. അതിൻ്റെ ആൻസറാണ് നമ്മുടെ മിന്നൽ ബാച്ച്. ഓക്കെ, അപ്പോൾ മിന്നൽ SSLC ബാച്ചിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസ്, പ്രോപ്പർ DPP, അതായത് എല്ലാ ദിവസവും ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കിട്ടുകയാണ് വിത്ത് ആൻസേഴ്സ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ ചെറിയൊരു എമൗണ്ടിനാണ് അവൈലബിൾ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസരം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഗ്രാബ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത് മാത്രമല്ല, ഇതല്ലാതെ നിങ്ങളെ ഏറ്റവും ഇംഗ്ലീഷിൽ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് വീഡിയോ സെൻഡ് ചെയ്യുക.